റൂട്ടിലോട്ട് പോയാൽ, അതായത് പാട്ടിലൂടെയാണ് വിനീത് ശ്രീനിവാസൻ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. മലയാള സിനിമയിലൂടെ അല്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ കൂടുതൽ ശ്രീനിവാസന്റെ മകൻ എന്നുള്ളൊരുപരി നല്ലൊരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, കൂത്തുപറമ്പിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ് താങ്കൾ ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന സമയത്ത് താങ്കളുടെ കലാപ്രവൃത്തി അല്ലെങ്കിൽ ഒരു കലാജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയാം? പാട്ട് പാടുമായിരുന്നു ചെറുപ്പം തൊട്ട്. പിന്നെ ചെറുപ്പത്തിലെ എന്താ പറയുക, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് പറ്റിയാലും ഇല്ലെങ്കിലും കഴിയുന്നത്രയും കോമ്പറ്റീഷനിൽ പോകും. അതായത് ഇങ്ങേയറ്റം പാട്ട് തൊട്ട് എഴുത്ത്, ഉപന്യാസം, അത് ഇത്, പ്രച്ഛന്നവേഷം, കഥാപ്രസംഗം, എല്ലാത്തിനും പോകും. എനിക്കത് ഭയങ്കര ഒരു ഹരമായിരുന്നു. വല്ലപ്പോഴും മാത്രമേ പ്രൈസൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ പങ്കെടുക്കുക എന്നുള്ളതിൽ ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ പാട്ടിലാണ് എനിക്ക് കൂടുതലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളതൊക്കെ. അതെ, ഞാൻ ചോദിക്കുന്നത്, അതായത് യുവജനോത്സവ വേദിയിൽ മാപ്പിളപ്പാട്ടിന് ഒരു തരംഗം സൃഷ്ടിച്ച വ്യക്തിയാണ് വിനീത്. അതായത് വിനീത് ശ്രീനിവാസൻ മാപ്പിളപ്പാട്ടിൽ, അതായത് യുവജനോത്സവത്തിൽ ഫസ്റ്റ് നേടിയ ആ വർഷത്തിന് ശേഷം കോമ്പറ്റീഷനിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധ കൊടുത്തു. അല്ലെങ്കിൽ അത് മാത്രമല്ല, കസവിന്റെ തട്ടമിട്ട് എന്നുള്ള ഗാനം പാടിയല്ലോ. അതോടെ ഒരു പുതിയ ഗായകനെ മലയാളി കണ്ടു, പ്രേക്ഷകൻ കണ്ടു. അപ്പം താങ്കളുടെ ബേസിക് എന്താണ്, താങ്കൾ എന്താണ്, എവിടെ നിന്നാണ് വന്നത്, ആ ഒരു രീതിയിലേക്ക് ആളുകൾ തിരിഞ്ഞു. മാപ്പിളപ്പാട്ടിൽ യുവജനോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ ഉടനെ താങ്കൾ വേദികളിലേക്ക് മെല്ലെ പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പഠനം മുടങ്ങി പോകുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ താങ്കളുടെ ഫാദർ ശ്രീനിവാസൻ താങ്കളെ മദ്രാസിലേക്ക്, KCG കോളേജിലെ പഠനത്തിലേക്ക് അയക്കുന്നത്. അല്ല, അച്ഛന് നേരത്തെ തന്നെ എന്നെ മദ്രാസിലേക്ക് വിട്ട് പഠിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റില്ല എന്നുള്ള അച്ഛൻ്റെ ഒരു വിശ്വാസം ഉണ്ട്. അതൊരു ശരിയാണ്, അത് ശരിക്കും പറയുന്നത് ശരി തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഞങ്ങളെ എല്ലാവരെയും മദ്രാസിലേക്ക് കൊണ്ടുപോയത്. പിന്നെ മാപ്പിളപ്പാട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഗാനമേളന്നല്ല, ചെറിയ ചെറിയ ഷോകളിലേക്ക്, ചില ഫംഗ്ഷൻസിൽ പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷെ ഒരുപക്ഷെ വളരെ കൃത്യമായി ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്നറിയാം. സംസാരിക്കുന്ന സമയത്തും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ശൈലിയും, സംസാരിക്കുന്ന സമയത്ത് ആനുകാലികത കൂട്ടിച്ചേർത്ത് തൊട്ടടുത്തുള്ള ആളുകളെ തന്നെ വളരെ കുശലത്തോടെ അല്ലെങ്കിൽ വളരെ തമാശയോടെ അവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പം ജീവിതത്തിനെ പറ്റി നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നമുക്കറിയാം. മറ്റൊരു കാര്യം ചോദിച്ചാൽ, KCG കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അല്ലേ? അപ്പം അവിടെ ചെന്ന സമയത്ത് വിനീത് തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഷയിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ സംസാര രീതിയിലും ഒക്കെ എനിക്കൊരു പുതിയ ലോകം കാണിച്ചു തന്നത്. കണ്ണൂരിൽ നിന്നുള്ള മാറി, ആ ഒരു കൊളോക്കിൽ നിന്നൊക്കെ മാറി ഞാനൊരു പുതിയ ലോകം കണ്ടു. അപ്പം ശരിക്കും അത് ഒരു ഗുണമായില്ലേ പിന്നീട്? +1 പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുവരെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്നത് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, പൂക്കോടുള്ള ചുരുങ്ങിയ മലയാളം മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂടെ മാത്രമേ എനിക്ക് അടുപ്പമുള്ളൂ. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വണ്ടി കയറി മദ്രാസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബിഹാരീസ്, SBO സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാഷണാലിറ്റീസിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരീസ്, നേപ്പാളീസ്, ചിങ്കീസ്, അത് ഇത് ശ്രീലങ്കയിൽ നിന്നുള്ള പിള്ളേർ, അങ്ങനെ പല നാഷണാലിറ്റീസിലുള്ള കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. മലയാളം സംസാരിക്കുന്ന ഒരുത്തനെ കണ്ടു കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. ഉള്ള മലയാളികളും കൂടുതലും മലയാളത്തിൽ സംസാരിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെന്താ പറയുക, നമ്മൾ അതുമായിട്ട് പിന്നെ ഒരു അറ്റാച്ച്ഡ് ആയി പോവാതെ നിവൃത്തിയില്ലാന്ന് വന്നപ്പോൾ എന്താ പറയുക, ലാംഗ്വേജും ഒക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടായി. പിന്നെ മറ്റൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ, സംഗീതം വളരെ ചെറുപ്പത്തിലെ പാടുന്നറിയാം. അച്ഛനാണെങ്കിൽ വളരെ പ്രശസ്തനായ ഒരു സിനിമയിൽ വളരെ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയും. അപ്പോൾ ബേസിക്കലി ചെറുപ്രായം തൊട്ടേ സംഗീതം പഠിക്കുക എന്നുള്ളത് വിനീതിൻ്റെ ഒരു മോഹമായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു, സംഗീതം പഠിക്കാൻ വൈകി? സംഗീതം പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ബേസിക്കലി കുറച്ച് മടിയനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു മ്യൂസിക് ക്ലാസ്സിൽ പോയി എന്താ പറയുക, പെട്ടെന്ന് നമുക്കെല്ലാം പെട്ടെന്ന് വേണം. അത് എൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പാടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ വേണ്ട, ശരിയാവില്ല, നമുക്ക് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് സ്വയം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇനി ക്ലാസ്സിന് പോകാം.